നമസ്കാരം. ഇന്ത്യ എന്താണോ ഭയന്നത് അത് തന്നെയാണ് സംഭവിച്ചത് എന്നാണ് പുറത്തു വരുന്ന വിവരം. കുറെ എണ്ണം പാകിസ്ഥാന്റെ എന്താ പറയാ ലഷ്കർ എ തൊയ്ബയോ ഹിസ്ബുൾ മുജാഹിദിനോ ഇങ്ങനെയുള്ള കുറെ എണ്ണം ഉണ്ടായിരുന്നു. ഇവന്റെയൊക്കെ ആസ്ഥാനമാണ് കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിൽ പോയി തകർത്തത്. എന്നിട്ട് അവിടെ നിന്ന് അഫ്ഗാനിസ്ഥാന്റെ മൂലയ്ക്ക് എവിടെയോ ചെന്ന ഒരു ആസ്ഥാനം ഉണ്ടാക്കി ഇന്ത്യയിലുള്ള ചില എണ്ണത്തിനെ റിക്രൂട്ട്മെന്റ് ചെയ്ത് ഇന്ത്യയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാനിൽ നിന്ന് തുടക്കുന്ന ഒരു തോടം അതുണ്ടല്ലോ. നോക്കിക്കൊണ്ടിരിക്കൂല, വെറുതെ ഇരിക്കൂല. ഏതായാലും ജമ്മു കാശ്മീരിലുള്ള ഡോക്ടർമാർ 3 പേർ, ഡോക്ടർമാർ എന്നുള്ള പേര് ഇവന്മാര് രാജ്യസുരക്ഷാ ഏജൻസികളെ നേരത്തെ കൂടി വിവരം അറിഞ്ഞതുകൊണ്ട് മാത്രം ഇവന്മാരൊന്ന് സ്ഫോടനാവസ്ഥകളും മറ്റു കാര്യങ്ങളും പിടിച്ചുകൊണ്ട് മാത്രം അതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. അവസാനം ഒരുത്തൻ ഇതിന് സൂത്രധാരൻ ഇവൻ തന്റെ കൂട്ടാളികളൊക്കെ പിടിച്ച് അകത്തായി ഇനി പണി പാളും എന്ന് മനസ്സിലായപ്പോ ഒന്ന് പൊട്ടിച്ചുകൊണ്ട് നേരെ സ്വർഗത്തിലേക്ക് പോയി എന്നാണ് അവസാനം വരുന്ന വിവരം. 13 പേരുടെ ജീവൻ, നിരപരാധികളായ 13 പേർ മരണപ്പെട്ടു, 12 പേർ ആശുപത്രിയിലാണ് എന്നാണ് ഈ ഒരു ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടിട്ട് അറിയുന്ന വിവരം. ജെയ്ഷെ മുഹമ്മദ്, അതാണ് പേര്, ജെയ്ഷെ മുഹമ്മദ്. ഈ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമാണ് കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിൽ പോയി തകർത്തത്. കാരണം അവരാണ് പെഹൽഗാമിൽ അടക്കം പണി തുടങ്ങിയത്. പണ്ടേ ഉണ്ട് ഈ ജെയ്ഷെ മുഹമ്മദും ഹിസ്ബുൾ മുജാഹിദിനും കുറെ എണ്ണം ഉണ്ട്. ഇതൊക്കെ എവിടെ നിന്നാണ് ഇതൊക്കെ പൊട്ടി മുളച്ചു വരുന്നത് അറിയുന്നത്? ഇന്ത്യയിൽ ഇപ്പോഴും അവരുടെയൊക്കെ വേരുകൾ അല്ലെങ്കിൽ അവരുടെ താളത്തിൽ നിന്ന് തുള്ളുന്ന രാജ്യദ്രോഹികളായ കുറച്ചെണ്ണം, കുറെ മുസ്ലിം നാമധാരികൾ അല്ലെങ്കിൽ അല്ലാത്തവർ ഒക്കെ ഉണ്ട് എന്നുള്ളത് വല്ലാത്തൊരു കഷ്ടമാണ്. ഈ കാറുടമയിൽ നിന്ന് എന്താണ് താരിഖ് എന്ന് പറയുന്ന ഒരാളിൽ നിന്ന് കാർ വാങ്ങിക്കൊടുത്തത് ഒരു മുസ്ലിം അല്ല. കാശ്മീരിലെ പുൽവാമ സ്വദേശിയായിട്ടുള്ള എന്താണ് പേര്, ഡോക്ടർ ഉമ്മർ നബി, വല്ലാത്ത പേരാണ്. ഇവനാണ് ഇവന്റെ നേതാവ്. ഇവനാണ് കുറെ ആൾക്കാരെ കൊണ്ട് ഇറങ്ങി അവരുടെ ബാക്കിയുള്ള സുഹൃത്തുക്കളെ ഡോക്ടർമാരെ കൊണ്ടൊക്കെ ഈ പറയുന്ന എന്താ പറയാ സ്ഫോടനം ഏതാണ്ട് 2000-3000 കിലോ സ്ഫോടക വസ്തു പിടിച്ചു എന്നാണ് പറയുന്നത്. അത്രയും പിടിച്ചിട്ടുണ്ട് നേരത്തെ. കാരണം റിക്രൂട്ട്മെന്റ് 2 മാസങ്ങൾക്ക് മുമ്പ് തന്നെ കാശ്മീരിൽ ഒരു റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. ജെയ്ഷെ മുഹമ്മദിന്റെ ഇതില് എന്താ പറയാ അവരുടെ നേതൃത്വത്തിലുള്ള റിക്രൂട്ട്മെന്റ് ഇന്ത്യയിൽ നിന്ന് വിഘടിച്ചു പോകണം എന്ന് ആഗ്രഹിക്കുന്ന കുറെ വിഘടനവാദികൾ ഇപ്പോഴും അവിടെ ഉണ്ട്. അവരിൽ നിന്ന് റിക്രൂട്ട്മെന്റ് നടത്തി കുറെ പൊട്ടിക്കാൻ വേണ്ടി കുറെ ശ്രമം നടത്തുന്നുണ്ട് എന്നത് മനസ്സിലാക്കിയ നമ്മുടെ സുരക്ഷാ സേനയും പോലീസും അവരന്മാരെ പൊക്കി. അന്ന് പൊക്കിയപ്പോൾ 100-1000 കിലോ സ്ഫോടക വസ്തുക്കളാണ് അന്ന് പിടിച്ചെടുക്കപ്പെട്ടത്. അതുകൊണ്ട് മാത്രമാണ് ഇത് അറിഞ്ഞത്. ഒരുപക്ഷെ അന്ന് ആ റിക്രൂട്ട്മെന്റ് നമ്മുടെ പ്രതിരോധ സംവിധാനം അറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇവർ ഭീകരമായി സ്ഫോടക വസ്തു സംഘടിപ്പിക്കും. കാരണം ഇവർ വൈറ്റ് കോളേഴ്സ് ആണ്, ഡോക്ടേഴ്സ് ഒക്കെ ആണല്ലോ, ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ഒക്കെയാണ്. ഇവരൊന്നും ഒരു ഭീകര പ്രവർത്തനം നടത്തുമെന്നോ അല്ലെങ്കിൽ ഇവർ രാജ്യം മുഴുവൻ നശിപ്പിക്കുന്നോ നമ്മുടെ രാജ്യ തലസ്ഥാനം നശിപ്പിക്കുമെന്നോ നമുക്ക് വിചാരിക്കാൻ കഴിയില്ല. നമ്മളെപ്പോഴും മറ്റ് മേഖലയിൽ ഭീകരവാദികൾ എന്ന് പറഞ്ഞ് നടക്കുന്ന അല്ലെങ്കിൽ ഒരു അടയാളം വെച്ചിട്ടുണ്ടല്ലോ, അത്തരത്തിലുള്ള അടയാളം കൊണ്ട് നടക്കുന്നവരെ നമ്മൾ പിന്നാലെ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ ഈ ഭീകരവാദികൾ അവർ ലക്ഷ്യം വെച്ചത് ഇത്തരത്തിലുള്ള ആൾക്കാരെ റിക്രൂട്ട്മെന്റ് ചെയ്തിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കാമെന്നുള്ളത്. പക്ഷെ അത് നമ്മുടെ പ്രതിരോധ സംവിധാനം മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ട് മാത്രം നമ്മുടെ രാജ്യ തലസ്ഥാനം രക്ഷപ്പെട്ടു, നമ്മുടെ രാജ്യം രക്ഷപ്പെട്ടു. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ ഉമർ രക്ഷപ്പെടാൻ വേണ്ടി ഒരു സ്ഫോടനം നടത്തി. അയാൾ സ്വയം കൊല്ലപ്പെട്ടു. സ്വർഗത്തിൽ പോകാന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇത്തരത്തിൽ നിരപരാധികളുടെ ജീവൻ എടുത്ത ശേഷം സ്വർഗത്തിൽ പോകും നരകത്തിൽ പോകും എന്നുള്ളത് നമുക്കറിയാം. അത് അവൻ പഠിച്ചിട്ടുള്ള വേദപുസ്തകം അത് വായിച്ചിട്ടുണ്ടാകാൻ സാധ്യതയില്ല. വായിച്ചിട്ടുണ്ടെങ്കിൽ ഇമാതിരിയുള്ള പണിക്ക് ഇറങ്ങൂല. വായിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭാഗത്ത് എഴുതി വെച്ചിട്ടുണ്ട് എവിടെയാണ് എത്തുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഭീകരപ്രവർത്തനവും ഭീകരരും ഉണ്ടാകുന്നത്. എന്തെങ്കിലും 4 അക്ഷരം പഠിച്ചിട്ട് കാര്യമില്ല, തലയ്ക്ക് വെളിവ് വേണ്ടേ? ഇന്ത്യയിലെ പാവപ്പെട്ട നിരപരാധികളെ കൊന്നൊടുക്കി അല്ലെങ്കിൽ ഒന്നും പറയാത്ത കുറെ സാധുക്കളെ കൊന്നൊടുക്കി ഒരു ജനാധിപത്യ രാജ്യം ഒരു വിഷയമില്ലാതെ ഇവിടെ പരസ്പരം കലഹിച്ചാൽ എന്തായാലും ഒരു വീട്ടിലുള്ള 4 പേരുണ്ടെങ്കിൽ അടികൂടി ഒരുമിക്കുന്നത് സ്വാഭാവികമല്ലേ? അത്തരത്തിലുള്ള കലഹങ്ങളെ ഇവിടെ ഉള്ളൂ. നമ്മളൊക്കെ കലഹിച്ചും അല്ലാതെയും ഒന്നായും നന്നായും ഒക്കെ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ആ സമൂഹത്തെ നശിപ്പിച്ച് രാജ്യത്തെ ശീലമാക്കിക്കൊണ്ട് ആ രാജ്യത്തെ നിരപരാധികളെ കൊന്നൊടുക്കിയാൽ സ്വർഗത്തേക്ക് പോകാമെന്ന് ഇവനെയൊക്കെ ആരാണ് പഠിപ്പിച്ചതെന്നാണ് അറിയാത്തത്. എന്നെ അത്ഭുതപ്പെടുത്തിയതല്ല, ജീവന്റെ വില പഠിപ്പിക്കുന്ന, ജീവന്റെ വില എന്താണെന്ന് അറിയാവുന്ന, ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി തിരിക്കുന്ന കുറെ ഡോക്ടർമാരുടെ പേരിട്ട കുറച്ചെണ്ണം, വോട്ടിട്ട കുറച്ചെണ്ണം, ഇവന്മാരാണ് ഇതിന്റെ പിന്നിൽ ഇത്രയധികം നിരപരാധികളെ കൊന്നെടുക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയത് എന്നുള്ളതാണ് വലിയ കഷ്ടം. ഈ കൊന്നതും അത് തന്നെയാണല്ലോ. 13 പേർ കൊല്ലപ്പെട്ടതും അത് തന്നെ, 12 പേർ ആശുപത്രി കിടക്കുന്നതും അത് തന്നെ. ഡോക്ടർമാരുടെ പദവിക്ക്, വിശ്വാസിയുടെ വിശ്വാസ തലത്തിന്റെ പദവിക്ക്, അവന്റെ മതവിശ്വാസത്തിന്റെ മതഗ്രന്ഥത്തിന്റെ ആ സ്ഥാനത്തിനൊക്കെ കളങ്കം ചാർത്തുന്ന ഇത്തരത്തിലുള്ള ഭീകരവാദികൾ ഭൂമിക്ക് ഒരു തടസ്സം തന്നെയാണ്. ഇവരൊന്നും പുറം ലോകം കാണിക്കേണ്ട ആവശ്യമില്ല. പിടിച്ചു കഴിഞ്ഞാൽ തീർത്തേക്കണം. പിന്നെ ബാക്കി ആലോചനയും കാര്യങ്ങളൊന്നും വേണ്ട. എവിടെന്നെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ തപ്പിയെടുക്കാനുണ്ടെങ്കിൽ, വല്ല വിവരങ്ങൾ കിട്ടാനെങ്കിൽ അത് വാങ്ങിയെടുക്കുക. അത് വാങ്ങിയെടുത്ത ശേഷം തീർത്തേക്കുക. വിചാരണ വേണ്ട, മറ്റു കാര്യങ്ങളൊന്നും വേണ്ട. ഈ ഉമർ മുഹമ്മദ് സ്ഫോടവസ്തുക്കളുമായിട്ട് പൊട്ടിയ കാറിന്റെ ഉടമ ഒരു സൽമാനാണ്. ഈ സൽമാൻ ദേവേന്ദ്രൻ എന്ന് പറയുന്ന
ഒരാൾക്ക് ആണ് വാടകയ്ക്ക് കൊടുക്കുന്നത് എന്നാണ് പറയുന്നത്. ദേവേന്ദ്രനെ പോലീസ് പൊക്കി. പോലീസ് പൊക്കിയപ്പോൾ ദേവേന്ദ്ര വാടകയ്ക്ക് എടുത്തിട്ട് പിന്നെ അടുത്ത ആൾക്ക് കൊടുത്തത്രേ. താരിഖ് എന്ന് പറഞ്ഞ മറ്റൊരു ചങ്ങായിക്ക് കൊടുത്തു. അയാളാണ് ഈ ഉമറിന് കൊടുത്തതെന്നാ പറയുന്നത്. അതായത് 4-5 കൈ മറിഞ്ഞു കഴിഞ്ഞു. 4-5 കൈ മറിഞ്ഞു കഴിഞ്ഞ് ഈ ഉമർ കൊണ്ടുപോകുന്നു. ഉമർ നിരത്തി പൊട്ടിക്കാനുള്ള പോക്ക്. ആ പോക്കിനിടയിലാണ് തന്റെ കൂട്ടാളികൾ അകത്തായി. അവരുടെ കയ്യിൽ സ്ഫോടക വസ്തുക്കളും അകത്തായി. തങ്ങൾ ഉദ്ദേശിച്ച ലക്ഷ്യമുണ്ടല്ലോ, ഡൽഹി മൊത്തം നശിപ്പിക്കാം, മൊത്തം നരകമാക്കാം എന്ന് തീരുമാനിച്ച തീരുമാനം, എന്നിട്ട് തങ്ങൾക്ക് അങ്ങ് സ്വർഗത്തേക്ക് അങ്ങ് ചെല്ലാം എന്ന് തീരുമാനിച്ച തീരുമാനം നടപ്പിലാവില്ല എന്ന് മനസ്സിലായത്. ഇന്ത്യയിലെ പ്രതിരോധ സംവിധാനം എങ്ങനെയാണ് ഭീകരവാദികളോട് പെരുമാറുന്നത് എന്ന് ഇതിനോടകം തന്നെ അവർക്കറിയാം. കാരണം നമുക്കറിയാം പഹൽഗാമിന് ശേഷം ഇന്ത്യ എടുത്ത തീരുമാനം എന്താന്നുള്ളത്. കൃത്യമായി ഈ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം എവിടെയാണോ ആ ആസ്ഥാനം മാത്രം പോയി തകർത്ത് തിരിച്ചു വന്നു. അതിന് കഴിയുന്നവരാ. അപ്പൊ അത്രത്തോളം കഴിയുന്ന ഈ ഭീകരവാദികളെ നിലയ്ക്ക് നിർത്താൻ കഴിയുന്ന ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്രതിരോധ സംവിധാനത്തിന്റെ കയ്യിലേക്ക് ചെന്ന് തല വെച്ചു കൊടുത്താൽ പിന്നെ സ്വർഗത്തിൽ പോകുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നല്ല ഒന്നാം തരം നരകം ഇവിടെ തന്നെ അനുഭവിച്ചു പോകുന്ന അറിയാവുന്നത് കൊണ്ട് തൽക്കാലം അങ്ങ് ജീവിതം അവസാനിപ്പിച്ചേക്കാം. പിന്നെ ഒരു രക്ഷയുമില്ല, പൊട്ടിക്കുകയാണ്. അങ്ങനെ പൊട്ടിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. അതായത് തങ്ങളുടെ പ്ലാൻ നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് പൊട്ടിച്ചു. സത്യത്തിൽ എനിക്കിത് മനസ്സിലാക്കാത്തത്, ഒരു പൗരൻ എന്ന നിലയിൽ, ഒരു മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് മനസ്സിലാകാത്തത് എന്തിനാണ് ഇങ്ങനെ ഭീകരാക്രമണങ്ങൾ നടത്തുന്നത് എന്നാണ്. ഇങ്ങനെ ഭീകരാക്രമണങ്ങൾ നടത്തി കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും അവർക്ക് കിട്ടിയ ചരിത്രമുണ്ടോ? അവർ വിജയിച്ച ചരിത്രമുണ്ടോ? എവിടെയെങ്കിലും വിജയിച്ച ചരിത്രമുണ്ടോ? എവിടെ വിജയിച്ച ചരിത്രമല്ല. നടത്തുന്നവനും പോവും, നടത്തുന്ന ഭാഗം പോവും, ഇത് രണ്ടും പോവും. ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ കഴിയാത്ത എന്ത് പഠനമാണ് അവർ പഠിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഏതായാലും നമ്മുടെ രാജ്യത്തെ പ്രതിരോധ സംവിധാനങ്ങൾ എന്നത് ചില്ലറയൊന്നുമല്ല. അതിൽ നമുക്ക് അഭിമാനമുണ്ട്. നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു പ്രതിരോധ സംവിധാനത്തെ കാലാകാലങ്ങളായി വാർത്തുകൊണ്ടുവരാൻ നമ്മുടെ ഭരണാധികാരികൾക്കും കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് സമാധാനത്തോടുകൂടെ ജീവിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് തൽക്കാലം സമാധാനമായി ഉറങ്ങാം. നമ്മുടെ രാജ്യത്തിന്റെ കാവൽക്കാർ നമ്മുടെ ജീവനും നമ്മുടെ സ്വത്തും സംരക്ഷിച്ചുകൊള്ളും. Different angles. Don't forget to subscribe and support this channel.